നമസ്കാരം. ലോകം മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരോട് കാണിക്കുന്ന അവഗണന തന്നെയാണ്. തുടക്കത്തിൽ കാണിക്കുന്ന ആവേശം ഒന്നും പിണറായി സർക്കാരിന് പിന്നീട് അങ്ങോട്ട് ഇല്ലെന്നുള്ളതാണ് സത്യം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പല പദ്ധതികളും പിണറായി സർക്കാർ കൊണ്ടുവരും. എന്നാൽ അതിനൊക്കെ പൂർണ്ണതയുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ ഒരുപക്ഷെ പിണറായി സർക്കാർ നാണം കെട്ടുപോകും. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ചർച്ചയാകുന്നു. ഇപ്പോഴിതാ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക. നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചാകും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുക. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാവും പുതിയ പെൻഷൻ പദ്ധതി. നിലവിലെ ഇ-ശ്രം പോർട്ടൽ കണക്കുപ്രകാരം 30.67 കോടി അസംഘടിത തൊഴിലാളികളുണ്ട്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ 2.97 കോടി പേരാണ് ഈ മേഖലയിലുള്ളത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ. മാസം 1000 മുതൽ 1500 വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള PMSYM 60 വയസ്സായാൽ കർഷകർക്ക് മാസം 3000 രൂപ ലഭിക്കുന്ന കിസാൻ മാൻധൻ യോജന, ഗിങ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചാകും പുതിയ പദ്ധതി നടപ്പാക്കുക. ഗിഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇ-ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങി. ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കും. അർബൻ കമ്പനി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, അങ്കിൾ ഡെലിവറി എന്നീ 4 പ്രധാന സേവനദാതാക്കളാണ് തൊഴിലാളികളെ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തെ എല്ലാവർക്കും 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. വീട്ടുജോലിക്കാർ, 1 കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ, നിർമ്മാണ തൊഴിലാളികൾ, സൈക്കിൾ, ഇ-റിക്ഷ തൊഴിലാളികൾ, സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവർക്കൊക്കെ പുതിയ പെൻഷൻ പദ്ധതി ഗുണകരമാകും. അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി. അതേസമയം മോദി സർക്കാരിന്റെ കീഴിൽ വികസനങ്ങളുടെ ചാകരയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വ്യക്തമാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവായി 22,000 കോടി രൂപ രാജ്യത്തെ 10 കോടി കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറിയിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്ക് കൊടുത്തുന്ന 3.5 ലക്ഷം കോടി രൂപയാണ്. 2.41 കോടി സ്ത്രീ കർഷകർ ഉൾപ്പെടെ 9.8 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. ഒക്ടോബറിൽ 18ാം ഗഡുവായ 9.4 കോടി കർഷകർക്ക് 20,000 കോടി രൂപ നൽകിയിരുന്നു. 2000 വീതമുള്ള 3 ഗഡുക്കളായി വർഷം 6000 രൂപയാണ് കേന്ദ്രം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്നത്. ഏത് പദ്ധതിക്ക് രൂപം നൽകിയാലും അതിലെല്ലാം എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളിക്കുന്നതാണ് മോദി സർക്കാരിന്റെ വിജയം. കേരള സർക്കാർ ചെയ്യുന്നത് പോലെ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും വാരിക്കൂരി നൽകുന്ന രീതിയല്ല കേന്ദ്രത്തിൻ്റെത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat.